ഗൈസ്, ഞാനിപ്പം നാടുകാണി ചുരത്തിലൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് നിലമ്പൂർ വരെ പോകണം, അവിടുന്ന് കുറച്ചപ്പുറം മലപ്പുറം ഒന്ന് പോകാനുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോകാമെന്ന് കരുതി അങ്ങനെ നാടുകാണി ചുരം ഇറങ്ങി അങ്ങനെ പോവാണ് കേട്ടോ. നമ്മൾ ഈ ഒരു വഴിക്കൊക്കെ വരുന്നവരുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ ഇതിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അധികം വരുമ്പം വീഡിയോ ഒക്കെ എടുക്കണം, നിങ്ങളെ കാണിച്ചു തരാൻ നോക്കിയായിരിക്കും. അങ്ങനെ നമ്മൾ ചുരത്തിൻ്റെ പകുതിയിലുള്ള ഈ ഒരു മക്കാമിൻ്റെ വിശേഷമാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ ഇതുവഴി വരുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് കയറി നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും സംഭാവനകൾ ഇവിടെ കൊടുക്കുക. പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന പേര് പ്രാർത്ഥിക്കുക. ഇവിടെ ആർക്ക് വേണ്ടിയെങ്കിലും സംഭാവന ഇടാം കേട്ടോ, അങ്ങനെ വ്യത്യസ്തമൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. നമ്മൾ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ മക്കാമ് സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴി വണ്ടിയും കൊണ്ട് വരുന്നവർ, ഇറങ്ങി വരുന്നവരാണെങ്കിൽ എന്താണ് പെട്ടെന്ന് വന്ന് ചവിട്ടാൻ പാടില്ല കേട്ടോ. ഭയങ്കര ഡേഞ്ചർ ഏരിയ ആണ്. നല്ല ഇറക്കവും വളവൊക്കെ ആയതുകൊണ്ട് വണ്ടികളൊക്കെ നല്ല സ്പീഡിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് വേണം, നമ്മൾ വണ്ടി നിർത്താനും അതുപോലെ ഇറങ്ങാനും നടക്കാനും ഒക്കെ. അതുപോലെ വണ്ടി നിർത്തിയാലും ഈ വെള്ളവരയുടെ ഇപ്പുറത്ത് കൂടെ വരെ വേണമെങ്കിലും വണ്ടി വന്നേക്കാം, എന്നാലും അപ്പുറത്ത് പോലും നിൽക്കാനോ അല്ല വെള്ളവരേൻ്റെ മുകളിൽ നിൽക്കാനോ തന്നെ പാടില്ല. ശ്രദ്ധിക്കണം നല്ലപോലെ. കാരണം റോഡിലൂടെ വരുന്ന വണ്ടി എങ്ങനെ വരികയാണ് എങ്ങനെ പോവുകയാണെന്നുള്ളത് നമുക്കൊരിക്കലും നിശ്ചയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇറങ്ങി നടക്കുമ്പോഴും അങ്ങനെ അവിടെ നിൽക്കുമ്പോഴൊക്കെ. അതുപോലെ വണ്ടി അപ്പുറം നിർത്തിയിട്ട് സൈഡാക്കിയിട്ട് വേണം ഇപ്പുറത്തേക്ക് വരാനും കേട്ടോ. ഈ ഒരു സൈഡിൽ നിർത്താൻ ഒരിക്കലും ശ്രമിക്കരുത്, ഒക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും എന്താണെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇതുവഴി വരുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കയറാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ഓക്കെ, ബൈ.